അമേരിക്കൻ IT സർവീസ് കമ്പനിയായ അസഞ്ചർ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകളുടെ ADR വെർഷനിൽ 3% റാലി കാണുന്നുണ്ട്. അസഞ്ചർ എന്ന സ്റ്റോക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ഇപ്പോൾ 7% അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച ക്വാർട്ടർലി റിസൾട്ടും അസഞ്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലെ റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. 18.4 ബില്യണിൽ നിന്നും അസഞ്ചറിന് ലഭിച്ച ഓർഡറുകൾ അല്ലെങ്കിൽ ബുക്കിംഗ്സ് 18.7 ബില്യണായി $7 ബില്യൺ ഉയർന്നത് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കൂടാതെ അനലിസ്റ്റുകൾ പ്രെഡിക്റ്റ് ചെയ്ത 5.63%-നേക്കാളും കമ്പനിയുടെ റവന്യൂ ഗൈഡൻസ് ആയ 3 മുതൽ 6% മുകളിലുള്ള ഗ്രോത്ത് കമ്പനി കാഴ്ചവെച്ചതിൻ്റെയും പശ്ചാത്തലത്തിലാണ് അസഞ്ചർ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ ഇന്ത്യൻ IT സെക്ടറിലെ സ്റ്റോക്കുകളും ചിലപ്പോൾ പെർഫോം ചെയ്തേക്കാം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിൽ ഹെവി സെൽ ഓഫ് കാണാൻ സാധിച്ചു. IT ഇൻഡെക്സ് 1.3% ഇടിയുകയും LTI മൈൻഡ്രി എന്ന സ്റ്റോക്ക് 5.3% ഇടിയുകയും ചെയ്തു. IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് വരാനുള്ള പ്രധാന കാരണം ഹോക്കിഷ് കമൻട്രി തന്നെയാണ്. അതായത് 2% ഇൻഫ്ലേഷൻ എന്ന ടാർഗറ്റ് ഫെഡ് റിസർവിന് 2025 അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കമൻട്രി വന്നതിനെ തുടർന്നാണ് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും സെല്ലിംഗ് പ്രഷർ ഉടലെടുത്തത്. അത് IT സെക്ടറിലെ സ്റ്റോക്കുകളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. അതേസമയം അസഞ്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായതുകൊണ്ട് നാളെ ചിലപ്പോൾ IT സെക്ടറിലെ സ്റ്റോക്കുകൾ പെർഫോം ചെയ്തേക്കാം. അസഞ്ചർ 7% ഉയർന്ന് ട്രേഡ് ചെയ്യുമ്പോൾ വിപ്രോയുടെ ADRും ഇൻഫോസിസിൻ്റെ ADRും 3%-ന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഏഷ്യൻ പെയിൻറ്റുമായി ബന്ധപ്പെട്ടത്. ഏഷ്യൻ പെയിൻറ്റ് ഇന്ന് 2.15% ഇടിഞ്ഞ് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 48.17, ഡിവിഡൻഡ് ഈൽഡ് 1.41%. ഏഷ്യൻ പെയിൻറ്റിനെ വരും ദിവസങ്ങളിലും ഫോക്കസ് ചെയ്യാം. കാരണം ഏഷ്യൻ പെയിൻറ്റ് എന്ന കമ്പനിയുടെ 2 സീനിയർ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ് കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു. കമ്പനിയുടെ ഹോം ഇംപ്രൂവ്മെൻറ്റ് സെഗ്മെൻറ്റിലെ വൈസ് പ്രസിഡൻ്റായ ശ്യാം സ്വാമി, കമ്പനിയുടെ അസോസിയേറ്റീവ് റിറ്റെയിൽ സെയിൽസിലെ അസോസിയേറ്റീവ് വൈസ് പ്രസിഡൻ്റായ വിഷ്ണു ഗോയൽ എന്നിവരാണ് കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ സീനിയർ ലെവൽ മാനേജ്മെൻറ്റിൽ ഒരു റീഷഫിൾ വരുന്നുണ്ട്. കൂടാതെ ആശിഷ് റേയെ കമ്പനിയുടെ അസോസിയേറ്റീവ് വൈസ് പ്രസിഡൻ്റായി ഉയർത്തുകയും ചെയ്തു. ഇവിടെ ഏഷ്യൻ പെയിൻറ്റ് എന്ന കമ്പനി അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ് എന്ന കമ്പനിയിൽ വന്ന സീനിയർ മാനേജ്മെൻറ്റിൻ്റെ റീഷഫിളിൻ്റെ ഇമ്പാക്റ്റും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. പെയിൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പല പുതിയ കമ്പനികളും കടന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കടുത്ത കോമ്പറ്റീഷനാണ് ഏഷ്യൻ പെയിൻറ്റ് നേരിടുന്നത്. ഇതോടൊപ്പം തന്നെ പല ബ്രോക്കേജുകളും ഏഷ്യൻ പെയിൻറ്റിൻ്റെ ടാർഗറ്റ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തു. ജെഫ്രീസ് അണ്ടർ പെർഫോം എന്ന റേറ്റിംഗും 2100 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. കോമ്പറ്റീഷൻ തന്നെയാണ് കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ആനന്ദ് റാട്ടിയുടെ അനലിസ്റ്റ് പറയുന്നത് 2200 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും 2500 റെസിസ്റ്റൻസുമാണ്. 2500-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 2600, 2700 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. ഇൻവെസ്റ്റെക്കിൻ്റെ അനലിസ്റ്റ് സ്റ്റോക്കിന് 2320 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. പ്രഭുദാസ് ലീലാധർ സ്റ്റോക്കിന് റെഡ്യൂസ് എന്ന റേറ്റിംഗും 2230 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിലെ സെക്കൻഡ് ഹാഫിലും ഒരു മ്യൂട്ടഡ് പെർഫോമൻസ് വേണം ഏഷ്യൻ പെയിൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. കൂടാതെ പെയിൻറ്റിൻ്റെ സെയിൽസ് വോളിയം 0.5% ഇടിയാനും സാധ്യതയുണ്ട്. ഈ ഫാക്റ്റുകളൊക്കെ ഫാക്ടറിനായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്ക് 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ റീസെൻ്റ്ലി Q2 കമ്പനിയുടെ സെയിൽസ് 5.3% ഇടിഞ്ഞ് 8451 കോടിയിൽ നിന്നും 8003 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തിരുന്നു. 52 വീക്ക് ലോയ്ക്കടുത്ത് ഏഷ്യൻ പെയിൻറ്റ് ലഭിക്കുന്നതുകൊണ്ട് ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്കിനെ ബോട്ടം ബൈയിങ് പോയിൻ്റ് ഓഫ് വ്യൂ പരിഗണിക്കാൻ അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്കിനെ സ്ട്രോങ് സപ്പോർട്ട് പോയിൻറ്റുകളിൽ സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏഷ്യൻ പെയിൻറ്റ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്